എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണിക്ക് ചായയുടെ ഒക്കെ ഒപ്പം വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. മസാല ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയ ഒരു ഫില്ലിങ്ങും ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നിന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിയൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള സവാളയുടെ പകുതി ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇതുപോലെ തീരെ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും നോൺ വെജ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് പൊരിച്ചിട്ട് അതൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കോഴിമുട്ട ഇതുപോലെ ഞാനൊന്ന് പൊട്ടിച്ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ്. 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത് ഇതുപോലെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാട്ടെ ഇതുപോലെ. അപ്പോൾ നല്ല പോലെ തന്നെ മുട്ട ഞാൻ ഇതിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു പുറമേ ഉള്ള ഒരു കോട്ടിങ്ങിന് അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 8ഓളം ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ബ്രെഡ് എടുക്കാതിരിക്കുക. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു 2 ബ്രെഡ് എടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ബ്രെഡിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിംഗ് ഇല്ലേ, ആ ഒരു ഫില്ലിംഗ് നമുക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കണ്ടില്ല, ഞാൻ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ബ്രെഡ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബലത്തിൽ അങ്ങ് പ്രസ് ചെയ്യണ്ട. ഇതുപോലെ പതിയെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരു ബ്രെഡ് ഞാൻ ഇതുപോലെ നീളത്തിൽ 3 ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാൻ പതിയെ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ബ്രെഡും എടുത്തിട്ട് ആ ഒരു ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ബ്രെഡിൽ എല്ലാം തന്നെ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഒരു മുട്ടയുടെ മിക്സിലൊന്ന് നമ്മൾ മുക്കിയിട്ടെടുക്കാം കേട്ടോ പെട്ടെന്ന്. ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ നമുക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ വെജിറ്റബിൾ കട്ട്ലേറ്റിനൊക്കെ ഒരു മൈദയുടെ മിക്സ് കൊണ്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കാറില്ലേ, മൈദ ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നും എടുത്തിട്ട് ആദ്യം ഒരു മുട്ടയുടെ മിക്സിൽ പെട്ടെന്ന് മുക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാനാണ്.
അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉറച്ചും കിട്ടും. പിന്നെ ഒട്ടും തന്നെ ഇതിൽ എണ്ണയും കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 10-15 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുക്കുന്നത്. ഒരു 15 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ തന്നെ ചൂടായിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരുപാട് കുറച്ചും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് പുറമേ ഇരിക്കുന്നത്. ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കത്തില്ല കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. 4 മണിക്ക് ചായയുടെ ഒക്കെ ഒപ്പം വളരെ പെട്ടെന്ന് തന്നെ മസാല ഒന്നും വഴറ്റാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ആ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. അത് നമ്മൾ കുക്കറിലിട്ട് പുഴുങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതും പുഴുങ്ങി കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.